പ്രതാപചന്ദ്രൻ പോലീസിന്റെ ഏറ്റവും വികൃതമായിട്ടുള്ള മുഖമാണ്. കാരണം എല്ലാ പോലീസുകാരും ഡാൻസ് സൂചിപ്പിച്ച പോലെ ഇതുപോലെയല്ല. മാന്യന്മാരായിട്ടുള്ള പോലീസുകാരുണ്ട്, കൃത്യമായി ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇതുപോലുള്ള പ്രതാപചന്ദ്രന്മാരെ ഇവിടെ സംരക്ഷിച്ചാൽ ഈ പോലീസിന്റെ മുഖം വികൃതമാകും. കാരണം ഒറ്റപ്പെട്ട പരാതിയല്ല, ഒരു പരാതിയല്ല ഇയാൾക്കെതിരെ വരുന്നത്, കൂടുതൽ പരാതികൾ വരുന്നു. പോലീസ് മർദ്ദനത്തിൽ പാലക്കാട് സ്വദേശിയായ ഒരു യുവ നടനും ഈ പ്രതാപചന്ദ്രനെതിരെ നിയമ പോരാട്ടം നടത്തുന്നുണ്ട്. കള്ളക്കേസിൽ കുടുക്കി ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് യുവനടൻ പറയുന്നത്. 2023 മെയ് 16 സംഭവം. കിങ് ഓഫ് കൊത്ത ഷൂട്ടിംഗ് സമയത്തായിരുന്നു മർദ്ദനം. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് വിഷ്വൽ എഡിറ്ററായ രാഹുൽ രാജിനും മർദ്ദനമേറ്റു. രാത്രി 1 മണിക്ക് കലൂർ ദേശാഭിമാനി ജംഗ്ഷനിൽ ചായ കുടിക്കാൻ പോയ സമയത്താണ് മർദ്ദനം ഉണ്ടായതെന്ന് സനൂപ് പറയുന്നു. ഞങ്ങളുടെ വണ്ടികൾ ഇവർ സ്റ്റേഷനിലേക്ക് എടുത്ത് കൊണ്ടുവന്ന് നിൽക്കാം എന്നുവെച്ചാൽ ഞങ്ങൾ വണ്ടി അവിടെ നിന്ന് കട്ടുകൊണ്ട് വന്നാണ് രീതിയിൽ അത് മോഷ്ടിച്ച വണ്ടിയാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വണ്ടിയുടെ പേപ്പേഴ്സൊക്കെ ക്ലിയർ ആണ്, സാറിന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് വിശ്വാസമാണെന്നുണ്ടെങ്കിൽ സാറിന് പരിവാഹനിൽ ചെക്ക് ചെയ്യാവുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ അതൊന്നും സമ്മതിക്കില്ല, നിങ്ങൾക്കൊന്നും പരിവാഹൻ ചെക്ക് ചെയ്യില്ല ഞങ്ങളുടെ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കുറേ കഴിഞ്ഞപ്പോൾ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുക അത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഗെയിൻസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ സമ്മതിക്കാതെ ഇരിക്കുമ്പോൾ ഇവർ തെരുവിളിയൊക്കെ തുടങ്ങി. തെരുവിളി കുറേ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി കൊണ്ടുപോകാനും ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നാട്ടുകാർ നോക്കിയൊക്കെ അതൊക്കെ ഞങ്ങൾക്ക് വേറെ വഴിയില്ലാണ്ടായപ്പോൾ രാഹുൽ എന്ത് ചെയ്തു, അവൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്തു. ഇത് ഈ ഷൂട്ട് ചെയ്യണ ആ സമയത്ത് തന്നെ ഈ പ്രതാപേന്ദ്രൻ എന്നുള്ളത് പുള്ളി നേരെ കയറി വന്നിട്ട് ഒറ്റ തല്ലി. ഇവന് തല്ലിയിട്ട് ഈ കണ്ണടയും കൂട്ടിയിട്ട് തല്ലിയിട്ട് അവൻ ഇവിടെ മൊത്തം ഡാർക്ക് ഷെയ്ഡ് എന്ന് വെച്ചാൽ ആകെ ബൾജായിട്ടൊക്കെ നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവനെ നേരെ കൊണ്ടുപോയിട്ട് രാഹുലിനെ കൊണ്ടിട്ട് ബാക്കിലുള്ള ചുമരിൽ കൊണ്ട് ഇടിച്ചു. അതിനുശേഷം എന്നെ ഭയങ്കരമായിട്ട് വലിച്ചു കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള പോലീസുകാരെല്ലാം അവിടെ വന്നിട്ട് ഞങ്ങളതിന് പിടിച്ചെടുത്തിട്ട് ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് തല്ലി. അവിടെ നിന്ന് ചെറിയത്തടിക്കുക അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ നിന്ന് കുറേ തല്ലി. പിന്നെ അവിടെ നിന്ന് വലിച്ചിട്ട് ജീപ്പിൻ്റെ അവിടെ കൊണ്ടിട്ട് രാഹുലിനെ ബൂട്ട് എടുത്ത് അവിടെ നിന്ന് ചവിട്ടി. പിന്നെ എന്നെ മറ്റേ ജീപ്പിൻ്റെ ബാക്കിൽ ഡോറുണ്ട്, ആ ഡോറിൻ്റെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ അടിക്കണ്ടായി. അതുകൊണ്ട് ഈ ലാത്തി വെച്ചിട്ട് തന്നെ ജീപ്പിൻ്റെ ബാക്ക് സെൻറ്ററിലുള്ള സീറ്റ് ഉണ്ട് അവിടെ കിടത്തിയിട്ട് അവിടെ നിന്ന് തല്ലുക, ലാത്തി വെച്ചിട്ട് റോട്ടിൽ നിന്ന് തല്ലുക. നാട്ടുകാർ ഇത് കാണുമ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് പോലീസുകാർ വെക്കിട്ട് കയറി എന്നുള്ളതായി പറഞ്ഞു. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് പ്രജിത്ത് കോങ്ങാട് കൂടി ചേരുന്നു. പ്രജിത്ത്, സനൂപ് നേരിട്ട ദുരനുഭവത്തിൻ്റെ കഥയാണ് അയാൾ വിവരിച്ചത്. അതായത് ഈ പ്രതാപചന്ദ്രൻ ഒരു പോലീസുകാരനല്ല, ഒരു ക്രിമിനലാണെന്ന് തെളിയിക്കുന്ന അനുഭവങ്ങളാണ് ഓരോരുത്തരും പങ്കുവയ്ക്കുന്നത്. എന്താണ് സനൂപിനുണ്ടായ അനുഭവം? തീർച്ചയായും ടോം, അങ്ങനെ തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഇത് ഈ യുവനടൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ കാരണം ചന്ദ്രനെതിരെ ഗർഭിണിയായ യുവതി നൽകിയ പരാതി പുറത്തു വന്നപ്പോഴാണ് ഈ പ്രതാപ് ചന്ദ്രനെ കുറിച്ചുള്ള പരാതി 2023 മെയ് 16 നടന്ന സംഭവം യുവനടൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞത്. നിയമപരമായ നടപടികൾ ഇപ്പോഴും എടുത്തു വരുന്നുണ്ട്. അത് കിങ് ഓഫ് കത്ത സിനിമ ഷൂട്ടിംഗ് സമയത്തായിരുന്നു ഇങ്ങനെ ഒരു മർദ്ദനം നടന്നതെന്നാണ് പറയുന്നത്. രാത്രി 1 മണിക്ക് കലൂർ ദേശാഭിമാനി ജംഗ്ഷനിൽ ഉള്ള സമയത്താണ് പോലീസ് വാഹനം വണ്ടി നിർത്തുകയും വാഹനത്ത് ഈ യുവനടൻ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ ബുക്കും പേപ്പറും എല്ലാം ആവശ്യപ്പെട്ടും അതെല്ലാം കറക്റ്റാണെന്ന് പറയുന്ന സമയത്ത് വാഹന പരിവാറിൽ അത് നോക്കിയാൽ കിട്ടുമെന്ന് അതിന്റെ വിഷ്വൽ എഡിറ്റർ കൂടി ആയിക്കഴിഞ്ഞ രാഹുൽ പറയുന്നത്. ഇത് കേട്ടതും ദേഷ്യത്തോടെ പ്രതാപചന്ദ്രൻ വന്ന് അവരെ ജീപ്പിലെടുത്ത് കയറ്റി ക്രൂരമായി മർദ്ദിക്കുകയും ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവരെ ക്രൂരമായി മർദ്ദിക്കുന്നതെന്നാണ് യുവനടൻ ഇപ്പോൾ പാലക്കാട് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. പോലീസ് ആക്രമിക്കുന്നത് മൊബൈലിൽ പകർത്തിയ രാഹുലിനെയും അവർ ക്രൂരമായി മർദ്ദിക്കുന്നുണ്ട് എന്നും യുവനടൻ പറയുന്നുണ്ട്. ടോം, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഡാനി പോളിലേക്ക് ഒരിക്കൽ കൂടി. ഡാനി, ഈ പ്രതാപചന്ദ്രൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ കൺമുന്നിൽ കാണുന്നവരുടെ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കുന്നത്, അങ്ങനത്തെ അതൊരു തരം മനോവൈകൃതമാണ്. ഇയാളെ പോലുള്ളവർക്കാണ് യഥാർത്ഥത്തിൽ ചികിത്സ കൊടുക്കേണ്ടതെന്ന് തോന്നുന്നു. കാരണം ഈ സനൂപ് എന്ന യുവനടൻ, അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന രാഹുൽ രാജ്, അവരെ അങ്ങേയറ്റം ക്രൂരമായി മർദ്ദിച്ചു. മാത്രമല്ല നമുക്കറിയാം, പോലീസ് സ്റ്റേഷനിലല്ല, പോലീസ് സ്റ്റേഷന് പുറത്ത് പോലീസിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് നിയമപരമായ മറ്റ് തടസ്സങ്ങളില്ല. പക്ഷെ അവിടെ ആ ദൃശ്യം, കാരണം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ മോശമായി പെരുമാറിയപ്പോൾ അതിൻ്റെ ദൃശ്യം പകർത്തിയപ്പോൾ പോലും പ്രതാപചന്ദ്രൻ മർദ്ദിക്കുന്നു, തല പോലീസ് ജീപ്പിന് ഇടിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇത് 2023 സംഭവം. യുവതിക്ക് നേരിട്ട് 2024 യുവതി നേരിട്ടുന്ന ദുരനുഭവം നേരിടുന്നത് 2024. ഇപ്പോൾ 2025 ആകുന്നു. സ്വാഭാവികമായും ഇനിയും കൂടുതൽ പരാതികൾ വരാനുള്ള സാധ്യതയില്ലേ?
ടോമ, തീർച്ചയായും സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഞാൻ വീണ്ടും റിനീഷ് പറഞ്ഞതിലേക്ക് പോവുകയാണ്. റിനീഷ് പറഞ്ഞതിലൊരു കാര്യമുണ്ട്. കാരണം റിനീഷിനോട് മെഡിക്കൽ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ പോലീസുകാർ ചോദിക്കുന്നുണ്ട്, നിനക്ക് അവിടെ ചെല്ലുമ്പോൾ പരാതിയൊന്നുമില്ല എന്ന് പറയണമെന്ന് പറയുന്നു. ഇത് നമ്മൾ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഇതുപോലെ നിനക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു പരാതിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് സുഖമായിട്ട് തിരിച്ചു പോകാമെന്ന് പറയുന്നത് പോലെ ഇതേപോലെ തന്നെയാണ് പറയുന്നത്. നിനക്ക് അവിടെ ചെല്ലുമ്പോൾ പരാതികളൊന്നുമില്ല എന്ന് പറയുന്നു. പക്ഷേ റിനീഷ് അവിടെ ചെന്നപ്പോൾ പോലീസ് ചോദിച്ചു, നിന്നെ അടിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ സധൈര്യം പറഞ്ഞു, എന്നെ തല്ലി എന്ന് പറഞ്ഞു. തുടർന്നാണ് ഈ പാടുകളെല്ലാം കാണിച്ചു കൊടുക്കുന്നത്. അയാൾക്ക് സാരമായ രീതിയിൽ തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്. അവിടുത്തെ മെഡിക്കൽ റിപ്പോർട്ട് പോലും പോലീസുകാരാണ് മേടിച്ചെടുത്തത്. അതിനുശേഷം ഇയാളോട് തിരികെ പോകുമ്പോൾ ഇയാളുടെ ഒരു ഓഫീസർ വന്നാണ് ജാമ്യത്തിലെടുക്കാനായിട്ട് വരുന്നത്. വരുമ്പോൾ ചോദിച്ചു, ഇവനിനി പരാതി ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, അത് ഞാനാണ് തീരുമാനിക്കുന്നത്. പരാതി നീ പോവുകയാണെങ്കിൽ ഇപ്പോഴേ നിന്റെ പേരിലൊരു കേസ് ഞങ്ങൾക്ക് എടുത്തിടാൻ വേണ്ടിയാണ് പോലീസ് ഉദ്യോഗസ്ഥരെ അതിക്രമിച്ചുവെന്ന്. ആ സംഭവം തന്നെയാണ് ഇവിടെ ഷൈമോളുടെ കാര്യത്തിൽ നടന്നിരിക്കുന്നത്. ഷൈമോളുടെ കാര്യത്തിൽ പോലീസ് സ്റ്റേഷൻ അതിക്രമിച്ചു എന്നതടക്കമുള്ള പരാതികളുണ്ട്. ഈ പ്രതാപിയന്തനെ തള്ളിയിടാൻ ശ്രമിച്ചു എന്നുള്ള പരാതിയുണ്ട്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു പ്രതാപിയന്തരൻ. അങ്ങനെ കേസുണ്ടാക്കി അതിനെ മറ്റു രീതിയിൽ നേരിടാൻ ഇതിങ്ങനെയൊരു സൈക്കോപാത്തുകളുടെ രീതിയിലേക്കെല്ലാം തന്നെ പോകുന്നൊരു മനുഷ്യൻ. അത് എറണാകുളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനാണ് എറണാകുളം നോർത്ത് എന്ന് പറയുന്നത്. നോർത്ത് സ്റ്റേഷനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് പലരും പണിഷ്മെന്റായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് വരുന്നൊരിടം കൂടിയാണെന്ന് അപഖ്യാതിയുള്ളൊരു സ്റ്റേഷനാണ്. നമ്മൾ തന്നെ എത്ര വാർത്തകൾ അവിടെ നിന്ന് ആ പോലീസുകാരുടെ പല കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു തലവനായിട്ട് കൃത്യമായ ഒരാളെ തന്നെ കൊണ്ടുവന്ന് വെച്ചു എന്നതാണ് ഇതിൽ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു പിന്നീട് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ. ഏതായാലും ഇക്കാര്യത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നു എന്നാണ്. പക്ഷേ ഇനി നിരവധിയായ പരാതികളെല്ലാം തന്നെ ഇനിയും വരുമെന്ന് തന്നെയാണ്. കാരണം ഇപ്പോൾ കുറച്ചെങ്കിലും ധൈര്യം ആളുകൾക്ക് വരാനായിട്ട് ഈ സംഭവം സഹായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഇവർ ഈ ദമ്പതികൾ ഈ വിഷലിന് വേണ്ടി എങ്ങനെയെങ്കിലും ഈ വിവരാവശ്യ പ്രകാരം ഈ ദൃശ്യങ്ങൾ കിട്ടാൻ വേണ്ടി അവർ ശ്രമിക്കുകയായിരുന്നു. ഏതായാലും അത് കിട്ടിയിരിക്കുന്നു. മുഴുവൻ ക്യാമറ ആംഗിളുകളിലുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിലെല്ലാം തന്നെ കാണുന്നത് ഇവർ ആക്രോശവും ബഹളവും എങ്ങനെയാണ് ഒരു ഓഫീസർ അതിനകത്ത് പെരുമാറുന്നതെന്ന് നോക്കുക. ആക്രോശിച്ചുകൊണ്ട് അവിടെ വന്ന അഭിഭാഷകനോട് പോലും തട്ടിക്കയറുന്നത് നമുക്ക് കാണാം. അയാളോട് പോലും പെരുമാറുന്ന പരസ്പര ബഹുമാനമില്ലാതെ, പ്രതിപക്ഷ ബഹുമാനമില്ലാതെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഓഫീസർ നടത്തുന്ന ഈ രീതികൾ എങ്ങനെയാണ് തുടർന്നു കൊണ്ടുപോകാൻ കഴിയുക? കൃത്യമായ നടപടി ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ടോം, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഇവിടെ ഒരു നീതി നടപ്പാക്കേണ്ടത് പോലീസുകാരാണ്. സാധാരണക്കാരൻ നീതി തേടി പോകുന്ന സ്ഥലമാണ് പോലീസ് സ്റ്റേഷനുകൾ. പക്ഷെ അവിടെ നീതി നിഷേധം എന്ന് മാത്രമല്ല, അതിക്രൂരമായ രീതിയിൽ പോലീസിൻ്റെ മൂന്നാം മുറ പ്രയോഗം, അതാണ് പ്രതാപചന്ദ്രനെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ആ പരാതിക്കാരിയായ യുവതി സൂചിപ്പിക്കുന്നത് പോലെ ഇയാളെ സസ്പെൻഡ് ചെയ്താൽ പോരാ. കാരണം ഇനിയും റനീഷുമാരും അതുപോലെ ഈ യുവതിയെപ്പോലുള്ള പെൺകുട്ടികളും ഇതുപോലുള്ള ക്രൂരമായ പീഡനത്തിന് ഇരയാകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഇതുപോലുള്ള ക്രിമിനൽ പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി, അതായത് അവരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്ന നടപടിയാണ് ആഭ്യന്തര